അനന്തകൃഷ്ണൻ തുടരുന്നത്. അനന്തൻ, ഇനി എല്ലാ നേതാക്കൾക്കും ഒരു തരത്തിലും ഇനി കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാവുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ. ഇനി എന്തായാലും അത് കോടതിയുടെ സമക്ഷം തെളിയുന്നത് വരെയെങ്കിലും രാഹുലിനെ പിന്തുണയ്ക്കാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് കോൺഗ്രസ് എടുക്കുന്നതെന്ന് ഇപ്പം ഞങ്ങൾ നിയമപരമായി പോലീസിന് കൈമാറി എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ മാറിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇയാളെ നിയമത്തിന് മുന്നിൽ വരിക എന്നൊരു വളരെ ഒരു കാര്യം നടപ്പാക്കേണ്ടതല്ല. ഇങ്ങനെ ഒളിച്ചുകളി തുടർന്ന പോലീസ് ഏത് നിലയ്ക്ക് ഇപ്പോൾ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷെ തള്ളിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് എന്ന നിലയ്ക്ക് പോലീസ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ടോ? ദിവിഷ, ഇതിനകത്ത് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന പരാതി ഉന്നയിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ പ്രായം ഒന്ന് പരിശോധിക്കണം. 23 വയസ്സാണ് ആ പെൺകുട്ടിക്കുള്ളത്. അങ്ങനെ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതിക്രൂരമായ ശാരീരിക അതിക്രമത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജനപ്രതിനിധി ഇരയാക്കിയിരിക്കുന്നതെന്നാണ് ഉയർന്നു വന്നിരിക്കുന്ന പരാതി. അപ്പോൾ അങ്ങനെ അത്രയും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ അങ്ങനെ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അതിക്രൂരമായ ശാരീരിക അതിക്രമത്തിന് വിധേയമാക്കിയ ഒരു സംഭവത്തെ ഇനി എന്ത് പറഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പിന്തുണയ്ക്കാൻ കഴിയുക, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുക? നേരത്തെ വന്ന ആരോപണത്തിൽ, പരാതിയിൽ ആ പരാതി വന്ന സമയമായിരുന്നു അവരുടെ പ്രശ്നം. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പരാതി എന്നായിരുന്നു ആദ്യത്തെ പ്രതിരോധം. അതിനുശേഷം അവർ വിവാഹിതരായില്ലേ എന്നുള്ള ഒരു പ്രതിരോധം തീർത്തു. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും, കാരണം അതിനകത്ത് കൂടുതൽ നമ്മൾ ആ ശബ്ദരേഖ കേട്ടതാണ്. മനസാക്ഷിയുള്ളവർക്ക് ആ ശബ്ദരേഖ കേട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വന്നപ്പോഴാണ് കുറച്ചുകൂടി ഈ നേതൃത്വങ്ങൾ മാറി സംസാരിക്കാൻ തുടങ്ങിയത്, പിന്തുണ കുറഞ്ഞു വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി അത് ഏത് മനസ്സാക്ഷിയും ഞെട്ടിക്കുന്ന പരാതിയാണ്. അത്രയും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെയാണ് ഇയാൾ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ, അതിനെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം ആയി മാത്രം കാണാൻ UDFന് കഴിയില്ല. അതൊരു ഗുരുതര കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധിയെ ആരെങ്കിലും പിന്തുണയ്ക്കാൻ ഇറങ്ങിയാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഫെനി നൈനാൻ എന്ന കക്ഷിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത് ഒരു ഹോം സ്റ്റേയിലേക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വാഹനം ഓടിച്ചിരുന്നത് ഫെനി എന്നതാണ്. ഇപ്പോൾ ഫെനി ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളാണ്. ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നതാണ് ഫെനിയുടെ ആദ്യ ഒരു പ്രതികരണം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇയാളെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും. നേരത്തെ മുൻ പരാതിയിലെ മറ്റൊരു അടുത്ത സുഹൃത്തുണ്ട്, അയാൾ രാഹുലിനൊപ്പം ഉണ്ട് എന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ആളുകളിലേക്ക് കൂടി അന്വേഷണം അതിവേഗത്തിൽ പോകണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഈ കേസിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രതിയാകുന്നയാളാണ് ഫെനി നൈനാൻ. ഫെനി നൈനാൻ ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കുകയാണ്, ജനമധ്യത്തിൽ വോട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കേസ് എടുക്കുന്ന മാത്രയിൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഫെനി നൈനാൻ്റെ അറസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ വോട്ട് സ്ഥാനാർത്ഥി പ്രചരണത്തിലിരിക്കുന്ന ആ സ്ഥാനാർത്ഥിയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അയാൾക്കൊപ്പം പോയ സുഹൃത്തിനെ പോലെ ഒളിവിൽ പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഏതായാലും ഇതിൽ ഉടൻ തന്നെ നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്പസമയത്തിനകം പോലീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു പക്ഷേ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അവരിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട പരാതി നേരിട്ട് വാങ്ങിക്കാനോ അതല്ലെങ്കിൽ മൊഴിയെടുക്കാനോ ഒക്കെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചുള്ള ആലോചനകൾ പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് മറച്ചുവെക്കാനോ ഇങ്ങനൊരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉടൻ തന്നെ നിയമ നടപടി എടുത്തില്ലെങ്കിൽ മറ്റ് ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കൊക്കെ ഈ പരാതി കിട്ടിയിട്ടുണ്ടോ അവരെല്ലാം ഉടൻ തന്നെ പോലീസിനെ ആ പരാതി ഫോർവേഡ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം KPC പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തെന്ന് പറയുന്നത്. ഏതായാലും ഗൗരവമായ പരാതി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണ്.